കൊടൈക്കനാൽ വെച്ച് നമസ്കാരം, ഞാൻ ഏബിൾ ബെന്നി. ഇതെന്റെ ഫ്രണ്ട് വിഷ്ണു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലം റൂട്ടിലേക്ക് കാറിൽ വരികയായിരുന്നു. അപ്പോഴാണ് കുറുപ്പുംപടി വട്ടോളിപ്പടിക്കൽ വെച്ചിട്ട് ഒരു ലോറിനെ ഒരു ബസ് ഓവർടേക്ക് ചെയ്യുന്നു. ആ ഓവർടേക്ക് ചെയ്ത് വരുന്ന ബസ്സിനെ എഗെയിൻ വേറെ ഒരു അജ്വ എന്നുള്ള പേരിലുള്ള ഒരു ബസ് ഓവർടേക്ക് ചെയ്യുന്നു. അപ്പം ഈ മൂന്നാമത്തെ ബസ് ഞങ്ങൾ വരുന്ന ട്രാക്കിന്റെ സൈഡിലേക്ക് വന്ന് വീണ്ടും അത് റോഡിൽ നിന്ന് ബാക്കിലെ ടയർ സ്കിഡ് ചെയ്ത് പുറത്തേക്ക് ചാടി. ഒരു ടൂ വീലർ യാത്രക്കാരനെ അപ്പോൾ തന്നെ ബൈക്ക് തെന്നുന്നത് കണ്ടു. ഞങ്ങൾ വണ്ടി എത്രത്തോളം മാക്സിമം ലെഫ്റ്റിലേക്ക് ഒതുക്കാമോ അത്രത്തോളം ഒതുക്കി നിർത്തിയതിനു ശേഷവും അതിൽ പോകാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അതെന്തോ ഭാഗ്യം കൊണ്ടാണ് അങ്ങനെ ഒരു അപകടം ഒഴിവായത്. അപ്പം നമ്മുടെ വണ്ടിയിൽ ഡാഷ് ക്യാം ഉണ്ടായിരുന്നു. ഡാഷ് ക്യാമില് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഈ അജ്വ എന്ന് പറഞ്ഞ ബസിന്റെ നമ്പർ കിട്ടിയതും. ഈ നമ്പർ ഞങ്ങള് പരിവാഹൻ സൈറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഒരു കാര്യം മനസ്സിലായത്. വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല, ടാക്സ് ഇല്ല, അതുപോലെ തന്നെ പെർമിറ്റും ഇല്ലാത്തൊരു വണ്ടിയാണെന്നുള്ളത് മനസ്സിലായത്. ഞങ്ങളുടെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങളിപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. വേറെ ഇതുവരെ മാറിയിട്ടില്ല. അതുപോലത്തെ ഒരു സംഭവമായിരുന്നു നടന്നത്. അതിന്റെ വിഷ്വൽസ് ആണ് ഇപ്പൊ ഈ കൂടെ കൊടുത്തിരിക്കുന്നത്. കൊടൈക്കനാൽ വെച്ച് പെരുമ്പാവൂരിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ കാർ യാത്രികർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഒരേ ദിശയിൽ നിന്ന് വന്ന സ്വകാര്യ ബസ്സുകൾ ഒരേ സമയം ചരക്ക് ലോറിയെ മറികടക്കാൻ ശ്രമിച്ചു. അജ്വ, സൽമാൻ എന്നീ ബസ്സുകളാണ് അപകടകരമായി മത്സരിച്ചോടിയത്. കൊടൈക്കനാൽ വെച്ച് നിതിൻ സേവ്യർ കൂടുതൽ വിവരങ്ങൾ നൽകും. നിതിൻ, എന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? അധികൃതർ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്തിയോ? അനീഷ, ഈ പെരുമ്പാവൂരിൽ നിന്ന് കോതമംഗലത്തേക്ക് പോവുകയായിരുന്ന കാറിനാണ് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഈ കാറിലുണ്ടായിരുന്ന രണ്ടുപേരാണ് ഈ വീഡിയോ കേസ്. അതായത് അജ്വ, സൽമാൻ എന്നീ രണ്ട് സ്വകാര്യ ബസ്സുകൾ, അത് ഒരേ ദിശയിൽ നിന്ന് വരുന്ന ഈ രണ്ട് സ്വകാര്യ ബസ്സുകൾ അതേ ദിശയിൽ നിന്ന് വരികയായിരുന്ന മറ്റൊരു ചരക്ക് ലോറിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഈ മത്സര ഓട്ടത്തിനിടെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ കാഴ്ചയിൽ കാണുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തെക്കുറിച്ച് വിവിധ തരത്തിലുള്ള വാർത്തകളെല്ലാം പുറത്തു വന്നതാണ്. അതിനെതിരെ ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാർ അടക്കം നടപടിയെടുക്കുമെന്നും ഇവരുടെ മത്സരയോട്ടങ്ങൾ ചിത്രീകരിച്ച് പരാതി നൽകാൻ പ്രത്യേകം ആപ്പ് തയ്യാറാക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതൊക്കെ വെറും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ മത്സരയോട്ടങ്ങൾ, സ്വകാര്യ ബസ്സുകൾ മത്സരയോട്ടങ്ങൾ തുടരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ അജ്വ എന്ന ബസിന്റെ ഡ്രൈവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും. കാരണം ഈ 2 ദിവസം മുമ്പും ഇതേ ബസിനെതിരെയും ഇതേ ഡ്രൈവർക്കെതിരെയും അമിത വേഗത്തിന് കേസെടുത്തിരുന്നു. അപ്പോൾ ഈ അജ്വ എന്ന ബസിന്റെ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കം കാര്യങ്ങളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് പോകുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അനീഷ, ശരി. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. ോ